നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും MCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടിനി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-ന്, ഫലപ്രഖ്യാപനം മെയ് 23-ന്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. മേലാറ്റൂരിലെ EMS സ്മാരക ബസ് സ്റ്റാൻഡ് വാഹനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ടൗണിൽ ഗതാഗതം പുനഃക്രമീകരിച്ചു. പൂന്താനം സ്മൃതിയിൽ പൂന്താനം ദിനാഘോഷം. ആഘോഷത്തിന് മികവേറ്റി എഴുന്നള്ളിപ്പ് ഘോഷയാത്ര. മഞ്ചേരിയിലെ ഗതാഗത പരിഷ്കരണം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മലപ്പുറത്ത് ചർച്ച. കരുവാരകുണ്ട് ഗാൻഗാഹിൽ ഒലിപ്പുഴയ്ക്ക് കുറുകെ സ്ഥിരം തടയണ യാഥാർത്ഥ്യമായി. ലക്ഷ്യം ഇക്കോ ടൂറിസം വില്ലേജ് സംരക്ഷിക്കൽ. വിശദമായ വാർത്തകളിലേക്ക്. 17ാം ലോക്സഭയിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ നാട് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. അതായത് ഏപ്രിൽ 23-ന്. മെയ് 23-നാണ് ഫലപ്രഖ്യാപനം. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. സോഷ്യൽ മീഡിയയിലെ ഉള്ളടക്കവും പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരും. ഏപ്രിൽ 11-നാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. കേരളത്തിൽ ഏപ്രിൽ 23-നാണ് തെരഞ്ഞെടുപ്പ്. മെയ് 23-നാണ് രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വോട്ടെണ്ണൽ. തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. സോഷ്യൽ മീഡിയയിലെ ഉള്ളടക്കവും പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരും. ഏപ്രിൽ 11-ന് തുടങ്ങുന്ന വോട്ടെടുപ്പ് മെയ് 19-നാണ് അവസാനിക്കുന്നത്. ഏപ്രിൽ 23-ന് 3ാം ഘട്ടത്തിലാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 7 ഘട്ടം തെരഞ്ഞെടുപ്പ് യഥാക്രമം ഏപ്രിൽ 11, 18, 23, 29, മെയ് 6, 12, 19 തീയതികളിലായി നടക്കും. ഏകദേശം 90 കോടി വോട്ടർമാരാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ളത്. 10 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകൾ തയ്യാറാക്കും. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കും LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ഇനി BJPയും UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കും. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. മോദിയുടെ ഭരണകാലത്ത് രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. BJP സംഘടിപ്പിച്ച മധ്യമേഖലാ പരിവർത്തന യാത്രയ്ക്ക് മഞ്ചേരിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. BJP ഭരണത്തിൽ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമെന്ന് പ്രചരിപ്പിച്ചവർ ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. മോദി സർക്കാരിന്റെ കാലത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. ഭീകരവാദികൾക്കെതിരായ പോരാട്ടം മാത്രമാണ് സർക്കാർ നടത്തിയതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഒരു മതപുരോഹിതൻ ഈ കോഴിക്കോടുണ്ട്. ആ മതപുരോഹിതന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ മതപുരോഹിതന് ഗുജറാത്തിൽ എങ്ങനെയാണ് സ്കൂളുകൾ നടത്തുന്നത്, ആ മതപുരോഹിതനെന്ന് നിങ്ങൾക്ക് പക്ഷെ അദ്ദേഹത്തിന്റെ പേരറിയാം. ഞാനത് പരാമർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഗുജറാത്തിന്റെ മണ്ണിലും ഏതൊരു സംസ്ഥാനത്തും ബിസിനസ് ചെയ്യാൻ, കച്ചവടം നടത്താൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ എല്ലാ സാഹചര്യവും ഈ രാജ്യത്തുണ്ടെങ്കിൽ ഇടതുപക്ഷക്കാരനും ഐക്യജനാധിപത്യ മുന്നണിക്കാരനും നിങ്ങളെ ഭയത്തിന്റെ മുൻപതിയിൽ നിർത്തുമ്പോൾ ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. BJP ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല. BJPയുടെ മുഴുവൻ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണെങ്കിൽ ഈ ഭാരതത്തിലെ കേരളത്തിലെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ചേർന്നുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിന്റെ ഭരണകൂടത്തെ പിടിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അഴിമതിക്കാരായിട്ടുള്ള LDFനെയും UDFനെയും മാറ്റി ചിന്തിച്ചുകൊണ്ട് നേർരേഖയിലൂടെ യാത്ര ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ അടുത്തറിയണമെന്ന് അഭ്യർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനും വേണ്ടി മാത്രമാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. BJPയുടെ മധ്യമേഖലാ യാത്രയ്ക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു. C വാസുദേവൻ, AP ഉണ്ണി, PG ഉപേന്ദ്രൻ, KP ഗോപിനാഥ്, സുനിൽ രാജ്, രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പാർട്ടിയിൽ പുതുതായി ചേർന്നവർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. മേലാറ്റൂർ ചന്തപ്പടി AM LP സ്കൂളിന്റെ 105ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു.
നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും ചടങ്ങിൽ നടന്നു. സ്കൂൾ വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പുമാണ് മേലാറ്റൂർ ചന്തപ്പടി AMLP സ്കൂളിൽ നടന്നത്. സ്കൂളിന്റെ 105ാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നു. 34 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന C. അബു, 37 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക U. ശ്യാമള എന്നിവർക്കുള്ള യാത്രയപ്പാണ് ചടങ്ങിൽ നടന്നത്. ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മഞ്ഞളാംകുഴി അലി MLA അധ്യക്ഷത വഹിച്ചു. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. കമലം, വൈസ് പ്രസിഡന്റ് KK സിദ്ദീഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. സുഗുണപ്രകാശ്, മേലാറ്റൂർ AO P. രാമദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. അധ്യാപകരുമുള്ള ഒരു നാട്ടിൽ നമ്മുടെ സ്വകാര്യ വിദ്യാലയങ്ങളെ തേടി പോരാടുന്നു. പല സംസ്ഥാനങ്ങളിലും മാന്യമായ വിദ്യാഭ്യാസം നടത്താനുള്ള ഒരു സൗകര്യവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ നേട്ടം മുഴുവൻ നേടിയത്. പക്ഷെ നമ്മളത് മറന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹിയിൽ കുറ്റിച്ചൂരിൻ്റെ ഒരു പുതിയ പാർട്ടിയാണ് അധികാരത്തിൽ വന്നത്. ആ പാർട്ടി ഉണ്ടായിട്ട് 6 മാസമായിട്ടുള്ളൂ. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികളെ തോൽപ്പിച്ചുകൊണ്ട് അവർ അധികാരത്തിൽ വന്നു. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ജനങ്ങളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ ഇനി ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അതിന് നാട്ടുകാരും രക്ഷിതാക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും സ്പീക്കർ മേലാറ്റൂർ ചന്തപ്പടിയിൽ പറഞ്ഞു. ഒരു തീരുമാനമാണ് ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നടപ്പാക്കുന്നത്. അതിനാണ് 1000 കോടി രൂപ നീക്കിവെച്ച് വിദ്യാലയങ്ങളെ ഡിജിറ്റലൈസ് ചെയ്യുന്നത്. സർക്കാർ തീരുമാനിച്ചുകൊണ്ട് മാത്രം അത് യാഥാർത്ഥ്യമാവില്ല. യാഥാർത്ഥ്യമാവണമെങ്കിൽ എല്ലാവരും കൂടി ഒരുമിക്കണം. എയ്ഡഡ് സ്കൂളല്ലേ, അത് മാനേജറല്ലേ, അത് നടത്തിക്കോട്ടെ എന്ന് ഇരുന്നാൽ ആ നഷ്ടം മാനേജർക്കല്ല, നാടിനാണ്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷം മാറ്റണം. അധ്യാപകരുടെ മെത്തഡോളജി മാറ്റണം. നമുക്ക് കുറവുള്ള മേഖല പ്രത്യേകം കണ്ടെത്തണം. ഇംഗ്ലീഷ് പറയാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകണമെന്നില്ല. 6 മാസക്കാലം കൊണ്ട് കുട്ടികളെ കൊണ്ട് ഇംഗ്ലീഷ് പറയിപ്പിക്കുന്ന ഇംഗ്ലീഷ് തിയേറ്റർ ലാബുകളുണ്ട്. അതെല്ലാം നമ്മുടെ സംവിധാനത്തിൽ കൊണ്ടുവരണം. നാട്ടുകാരെല്ലാവരും ഒരുമിക്കണം. കാരണം കേരളത്തിൻ്റെ കയ്യിലാകുള്ളത് നല്ല വിദ്യാഭ്യാസമുള്ള യുവത്വം മാത്രമാണ്. അതിനെ മൂർച്ചയുള്ളതാക്കി മാറ്റാനുള്ള ഒരു അടിത്തറയാണ് ഒരു LP സ്കൂളിൽ നിന്നുണ്ടാവേണ്ടത്. 105 വർഷം പിന്നിടുന്നൊരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുക. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ ഈ വിദ്യാലയം ഇനിയും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഈ നാട്ടിൽ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ലോകത്തിൻ്റെ അറിവിൻ്റെ ആകാശങ്ങൾ കൊടുക്കുന്നൊരു വിദ്യാലയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പിന്നേ ദിവസം പാണ്ടിക്കാട് കോൺഗ്രസ് 14ാം വാർഡ് കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. കുഴിക്കാട്ടുപറമ്പിൽ നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി NA മുബാറക് ഉദ്ഘാടനം ചെയ്തു. ഇതര പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് ചേർന്നവർക്കുള്ള സ്വീകരണവും ചടങ്ങിൽ നടന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അക്രമ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയായിരുന്നു യോഗം. നിങ്ങൾ ബസ്സിന് കയറിയ ഗൂഡല്ലൂരിൽ ചെന്നാൽ അവിടുത്തെ CPM-കാരൻ അവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിച്ചു കിടക്കുക. പക്ഷേ ഇവിടെ കോൺഗ്രസ് വിരോധം പറയുന്ന, ലീഗ് വിരോധം പ്രസംഗിക്കുന്ന E.T. മുഹമ്മദ്, നിങ്ങൾക്കറിയാലോ, കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കാൻ, E.T. മുഹമ്മദ് ബഷീറിനെ തോൽപ്പിക്കാൻ ഒക്കെ കൊണ്ട് നടക്കുന്ന പാടുപെടുന്ന CPM-കാര് ഗൂഡല്ലൂർ അപ്പുറത്തുള്ള മണ്ഡലത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കോണി ചിഹ്നത്തിൽ അവിടുത്തെ CPM-കാരൻ വോട്ട് ചെയ്യാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അക്രമ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കോൺഗ്രസ് പുളിക്കൽപ്പറമ്പ് വാർഡ് കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് V. മജീദ് പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി നീലാംബര വീരാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്കാര സാഹിതി മണ്ഡലം പ്രസിഡന്റ് NV കരീം, E. സഫീർ ജാൻ, PT സുമിയ, വാൽപ്പറമ്പത്ത് ബുഷ്റ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. മുസ്ലിം ലീഗ് എടത്തനാട്ടുകര മേഖലാ കമ്മിറ്റി 71ാമത് സ്ഥാപക ദിനം ആചരിച്ചു. കോട്ടപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ 71 മുതിർന്ന പാർട്ടി അംഗങ്ങൾ 71 പാർട്ടി പതാകകൾ ഉയർത്തിയാണ് മുസ്ലിം ലീഗിന്റെ ദിനാചരണം നടത്തിയത്.
എടത്തനാട്ടുകര മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 71ാമത് മുസ്ലിം ലീഗ് സ്ഥാപക ദിനം ആചരിച്ചു. കോട്ടപ്പള്ളിയിൽ 71 മുതിർന്ന പാർട്ടി അംഗങ്ങൾ 71 പതാക നാട്ടിയാണ് സ്ഥാപക ദിനം ആചരിച്ചത്. പിന്നീട് പ്രകടനവുമായി മുസ്ലിം ലീഗ് ഓഫീസിലെത്തി പ്രത്യേക കൺവെൻഷനും നടന്നു. കാരാടൻ അബ്ദുഹാജി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. മടത്തൊടി അഹമ്മദ് കുട്ടി ഹാജി, MPA ബക്കർ, KT ഹംസപ്പ, അബ്ദു മറ്റത്തൂർ, റഹീസ്, P ഹംസ ഹാജി, അൻവർ സാദത്ത്, P സക്കീർ, ബാപ്പു തൂവശ്ശേരി, അബ്ദുറഹ്മാൻ ചതുരാല, AP സൈദാലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അലനല്ലൂർ. മേലാറ്റൂരിലെ EMS സ്മാരക ബസ് സ്റ്റാൻഡ് വാഹനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഞായറാഴ്ച രാവിലെ മുതൽക്കാണ് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയത്. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V കമലം, സബ് ഇൻസ്പെക്ടർ CK ബൈജു, ബസ് ഓണേഴ്സ് സെക്രട്ടറി P മുഹമ്മദ് അലി എന്നിവർ ചേർന്നാണ് സ്റ്റാൻഡിലേക്കുള്ള ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതോടൊപ്പം ടൗണിൽ നിലവിലുണ്ടായിരുന്ന ട്രാഫിക് ക്രമീകരണം പുനഃക്രമീകരിക്കുകയും ചെയ്തു. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് EMS സ്മാരക ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ ബസ് ബേയാണ് തുറന്നുകൊടുത്തത്. മാർച്ച് 15 ശേഷമാണ് ബസ് ബേ തുറക്കുകയെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും ദ്രുതഗതിയിൽ പണി പൂർത്തീകരിച്ചാണ് ബസ് ബേ തുറന്നുകൊടുത്തത്. മാർച്ച് 2 ശനിയാഴ്ചയാണ് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ബസ് ബേ തുറന്നുകൊടുത്തതോടുകൂടി ഇനി മുതൽ ബസ്സുകൾ മേലാറ്റൂർ ആറ്റുതൃക്കോൾ ക്ഷേത്രത്തിന് മുൻവശത്തിലൂടെയാണ് പ്രവേശിക്കേണ്ടത്. മേലാറ്റൂർ അർബൻ ബാങ്കിന് സമീപത്തുകൂടെ ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങണം. ഇതോടൊപ്പം ട്രാഫിക് ക്രമീകരണവും നിലവിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മേലാറ്റൂർ കരുവാരകുണ്ട് റോഡിൽ ഗ്രാമീണ ബാങ്കിന് സമീപത്തും, പെരിന്തൽമണ്ണ റോഡിൽ ഫെഡറൽ ബാങ്കിന് മുൻവശത്തും, പാണ്ടിക്കാട് റോഡിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപവും പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 15 ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ നിർത്തിയിടാനുള്ള സൗകര്യമുണ്ടാകും. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സിദ്ദീഖ്, മെമ്പർമാരായ V ശശിധരൻ, K ഉദയവർമ്മൻ, KV രുക്മണി, K ശ്രീദേവി, പഞ്ചായത്ത് സെക്രട്ടറി S രാജേഷ് കുമാർ, ട്രേഡ് യൂണിയൻ പ്രതിനിധികളായ മുഹമ്മദ് അലി, ഹനീഫ എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും സ്പീക്കറും കൂടിയിട്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വളരെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ വാഹനങ്ങളിവിടെ ഇപ്പോൾ ബസ് ഇവിടെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ബ്ലോക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി നല്ലൊരു പ്രവൃത്തിയാണ്. അതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ്, അതായത് ഈ വണ്ടികൾ ഇപ്പോൾ സ്റ്റാൻഡിലേക്ക് കയറ്റുന്നതിൻ്റെ ഒരു തുടക്കം കുറിച്ചതാണിത്. അപ്പോൾ അതിൻ്റെ ട്രാഫിക് ക്രമീകരണങ്ങൾ കുറച്ച് നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ജനങ്ങളെല്ലാവരും സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അതിൻ്റെ ഈ വാഹനങ്ങൾ ഇവിടെ നിർത്തി അതിനുള്ള സൗകര്യങ്ങളെല്ലാം ബസ് കയറാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കുന്നതിൻ്റെ ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം. അപ്പോൾ ജനങ്ങളെ എല്ലാവരും സഹകരിക്കണം. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം പോലീസും അതിൻ്റെ കൂടെ എല്ലാ തരത്തിലും പഞ്ചായത്തിൻ്റെ കൂടെയും ജനങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് ഇതിൻ്റെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പറഞ്ഞു. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം തെയ്യമ്പാടിക്കുത്ത് മേഖലയിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വിതരണം ചെയ്തു. BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഗോപിനാഥ് വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുടെ ഭാഗമായുള്ള ഗ്യാസ് കണക്ഷൻ വിതരണവും ചടങ്ങിൽ നടന്നു. ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഭൂമിയൊക്കെ തരം മാറിപ്പോൾ ഡാറ്റാ ബാങ്ക് കയറിപ്പോൾ സുഹൃത്തുക്കൾ ഒരു നിലക്കും പ്രധാനമന്ത്രി ഇതൊന്നും ചോദിച്ചിട്ടില്ല. 1 സെന്റ് ഭൂമിയുള്ള നമുക്കറിയാം 4 ഏക്കർ 90 സെന്റ് ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും 6000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. പാണ്ടിക്കാട് ഇപ്പോൾ ഏകദേശം 35 ആളുകൾക്ക് പാതി കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ കിട്ടുന്നതിലും അവിടെയും തടസ്സപ്പെടും. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം നമുക്കറിയാം. ബാങ്കിലൊക്കെ ചെന്ന സമയത്ത് പല ചേച്ചിമാരും പല ആളുകളും കേട്ടു, നമുക്കൊരു അക്കൗണ്ട് ഇല്ലല്ലോ. 4 വർഷം മുമ്പേ നമ്മൾ സർക്കാർ പറഞ്ഞതാണ് എല്ലാവരോടും സൗജന്യ അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞു. അക്കൗണ്ട് തുടങ്ങിയ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. രണ്ടാമത് നമ്മൾ സർക്കാർ പറഞ്ഞിരുന്നു എല്ലാവരും ആധാർ, നമ്മളിപ്പോൾ ഈ കൃഷിഭവനിൽ കൊടുക്കുന്ന ഈ പറയുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടില്ലെങ്കിലും നമ്മളെ ഭൂമിയൊക്കെ തന്നെ നമ്മൾ ആധാരം തമ്മിൽ ബന്ധിപ്പിച്ചില്ലേ. BJP തെയ്യമ്പാടിക്കുത്ത് ബൂത്ത് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രദേശത്തെ അർഹരായ 50 പേർക്കാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വിതരണം ചെയ്തത്. BJP ബൂത്ത് പ്രസിഡന്റ് P സജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുടെ 3ാം ഘട്ട ഗ്യാസ് കണക്ഷൻ വിതരണവും നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം P ശിവദാസൻ, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് TM ബിജു, തെച്ചിയോടൻ ഷെരീഫ്, സുരേഷ് പണിക്കർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. ഗുരുവായൂർ ദേവസ്വം കീഴേടം പൂന്താനം മഹാവിഷ്ണു കൃഷ്ണക്ഷേത്രത്തിൽ പൂന്താനം ദിനം ആഘോഷിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഭക്തിഗാനമേള, കലാപരിപാടികൾ, നാടകം, വിശേഷാൽ പൂജകൾ, ആനയൂട്ട്, അന്നദാനം, നൃത്തനൃത്യങ്ങൾ, ചാക്യാർകൂത്ത്, നാടൻപാട്ട്, ദൃശ്യാവിഷ്കാരം തുടങ്ങിയവ നടന്നു.
ഗുരുവായൂർ ദേവസ്വം കീഴടം പൂന്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു പൂന്താനം ദിനാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെയും പൂന്താനം ഇല്ലം ക്ഷേത്രം ക്ഷേമസമിതിയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു 2 ദിവസത്തെ പരിപാടി നടത്തിയത്. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് പുറമെ 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളോടെ ക്ഷേത്രത്തിൽ നിന്നും പൂന്താനം ഇല്ലത്തേക്ക് നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ക്ഷേത്ര പരിസരത്ത് ചാക്യാർകൂത്ത്, നാടൻപാട്ട് എന്നിവ നടന്നു. മേലാറ്റൂരിലെ എടയാറ്റൂർ കാട്ടുചിറയിൽ നടന്ന ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെ ആണ്ട് നേർച്ച സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന നേർച്ച ഞായറാഴ്ച ഉച്ചയ്ക്ക് അന്നദാനത്തോടെയാണ് സമാപിച്ചത്. മേലാറ്റൂർ കാട്ടുചിറ ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെ കൊടിമരത്തിങ്കൽ നടത്തിവരാറുള്ള നേർച്ചയ്ക്കാണ് സമാപനമായത്. ഞായറാഴ്ച മൗലീദ് പാരായണം, അന്നദാനം എന്നിവയാണ് നടന്നത്. നിരവധി പേരാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ചടങ്ങിൽ പങ്കാളികളായത്. മാർച്ച് 8 വെള്ളിയാഴ്ച ദിക്ർ ഹൽക്ക, മജ്ലിസുന്നൂർ, കുർദ മജ്ലിസ്, ഖവാലി എന്നിവയോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത്. 2ാം ദിനമായ ശനിയാഴ്ച കൊടിമരത്തിങ്കലേക്കുള്ള ഘോഷയാത്രയും നടന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിൽ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയ അയ്യപ്പൻകാവ് ജനകീയ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ആബിദലി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് 2018-19 NREGS ഫണ്ട് വകയിരുത്തി 2,57,290 രൂപ ചിലവിലാണ് അയ്യപ്പൻകാവ് ജനകീയ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് IT സാജിദ അധ്യക്ഷത വഹിച്ചു. TK അബ്ദു, SK ഉമ്മർ, I ലൈസ്, CP ഹംസ, KT മൻസൂർ, കുഞ്ഞുട്ടി പുൽവെട്ട, ജലീൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. മഞ്ചേരിയിൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കാരത്തിലെ അപാകത പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മലപ്പുറത്ത് യോഗം ചേരും. ബസ് തൊഴിലാളികൾ, ഉടമകൾ, വ്യാപാരികൾ, നഗരസഭ, റവന്യൂ, പോലീസ് വിഭാഗങ്ങളിലെ പ്രതിനിധികൾ എന്നിവരുമായി നടക്കുന്ന ചർച്ചയിലാണ് ഗതാഗത രീതിയിലെ തുടർമാറ്റങ്ങൾ ഉണ്ടാവുക. മഞ്ചേരിയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ്സുകളെല്ലാം കച്ചേരിപ്പടിയിലെ IGBT സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് മാത്രം സർവീസ് നടത്തണമെന്ന മാറ്റമാണ് ഗതാഗത രീതിയിൽ പുതുതായി കൈക്കൊണ്ട നടപടി. എന്നാൽ മറ്റിടങ്ങളിൽ നിന്നെത്തുന്ന കോഴിക്കോട് ബസ്സുകൾ പാണ്ടിക്കാട് റോഡിലെ പുതിയ ബസ് സ്റ്റാൻഡ് കയറി യാത്രക്കാരെ ഇറക്കി കയറ്റിപ്പോയത് പോലീസ് ചോദ്യം ചെയ്തതോടെ ഇക്കഴിഞ്ഞ 1-ന് സ്വകാര്യ ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചിരുന്നു. ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന അധികൃതർ ഉറപ്പിനെ തുടർന്ന് CITUവിൻ്റെ നേതൃത്വത്തിലുള്ള ജീവനക്കാരുടെ സംഘടന 2 ദിവസത്തെ പണിമുടക്ക് അവസാനിപ്പിച്ചു. തുടർന്ന് 7-ന് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് പ്രശ്നം ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച മലപ്പുറത്ത് യോഗം ചേർന്നാണ് ധാരണ ഉണ്ടാക്കിയത്. കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ വിവിധ സ്റ്റാൻഡുകൾ കയറി ഇറങ്ങുന്നതിന് പകരം ഒരു ബസ് സ്റ്റാൻഡ് മാത്രം കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന സംവിധാനം നടപ്പിലാക്കണമെന്നാണ് CITUവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന ആവശ്യപ്പെടുന്നത്. നഗരം ചുറ്റിയുള്ള സർവീസ് സമയക്രമത്തെ ബാധിക്കുന്നത് അമിത വേഗത്തിനും അപകടങ്ങൾക്കും ഇടയാക്കുന്നതാണ് തൊഴിലാളികളുടെ പ്രധാന വാദമെന്ന് യൂണിയൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K ഫിറോസ് ബാബു പറഞ്ഞു. കോഴിക്കോട് നിന്ന് വന്ന് വഴിക്കടവ് അതല്ലെങ്കിൽ പാണ്ടിക്കാട് പോയി തിരിച്ചു വരുന്ന ബസ്സുകൾ സീതി ഹാജി ബസ് സ്റ്റാൻഡിൽ നിന്നും ആളെടുക്കുന്നു. അതേസമയം തന്നെ കോഴിക്കോട് നിന്ന് മഞ്ചേരിയിൽ വന്ന് മഞ്ചേരിയിൽ നിന്ന് വീണ്ടും കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സുകൾ IGBTയിൽ നിന്ന് ആളെടുത്ത് സർവീസ് ആരംഭിക്കും. ഇത് രണ്ടും വലിയ അപാകത ഉണ്ടായിട്ടുണ്ട്. ഒരു വിഭാഗത്തിന് മാത്രം യാത്രക്കാരെ ലഭ്യമാവുകയും മറു സ്റ്റാൻഡിലേക്ക് ആളുകൾ എത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഇതിലൂടെ ഈ വാഹനങ്ങൾ അമിത വേഗതയിൽ ബസ് ഓടിക്കേണ്ടി വരുന്നു. നഗരം ആകെ ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അമിതമായിട്ട് വേഗതയിൽ സഞ്ചരിക്കേണ്ടി വരുന്നു. അവർക്ക് നിശ്ചിത സമയം അവർക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൽ എത്തിച്ചേരാൻ കഴിയാതിരിക്കുന്നു. തൊഴിലാളികൾ തമ്മിലുള്ള മത്സരം വർദ്ധിക്കുന്നു. അവർ തമ്മിലുള്ള കലഹം വർദ്ധിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നിലമ്പൂരിൽ നിന്ന് വരുന്ന ഒരു ബസ് എടവണ്ണയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയും 3 ആളുകൾ മരണപ്പെടാനിടയും ചെയ്തു. അതൊക്കെല്ലാം ഇതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ തൊഴിലാളി സംഘടന എന്നുള്ള രീതിയിൽ CITUവിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം 11-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി ചർച്ച നടത്തി ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട് ചർച്ച നടത്തി തീരുമാനം കൈക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച മലപ്പുറത്ത് യോഗം ചേരുന്നുണ്ട്. ബസ് ജീവനക്കാരുടെയും ഉടമകളുടെയും പ്രതിനിധികൾക്ക് പുറമെ നഗരസഭ, പോലീസ്, റവന്യൂ വകുപ്പ് പ്രതിനിധികളും വ്യാപാരി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഗതാഗത പരിഷ്കരണത്തിൽ നഗരസഭ തികഞ്ഞ അലംഭാവമാണ് പുലർത്തുന്നതെന്നും ഇതിനെ അറുതി വരുത്തണമെന്നും നഗരസഭ ഉപാധ്യക്ഷൻ കൂടിയായ അഡ്വക്കേറ്റ് K ഫിറോസ് ബാബു ആവശ്യപ്പെട്ടു.
ഇതിൽ ഇടപെടേണ്ട മഞ്ചേരി നഗരസഭ വളരെ നിസ്സംഗമായിട്ടുള്ള സമീപനമാണ് ഈ വിഷയത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കേണ്ടതും അതല്ലെങ്കിൽ അതിനുള്ള തക്കതായിട്ടുള്ള രീതിയിൽ ഇടപെടേണ്ടതും ചെയ്യുന്ന നഗരസഭാ അധികൃതർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അതിനൊരു പരിഹാരം കാണണമെന്നുള്ള ആവശ്യം പോലും അവർക്കില്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പരിഹരിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ RTA ബോർഡ് മീറ്റിംഗ് വിളിച്ച് അതിലേക്ക് മറ്റുള്ള ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് വേണ്ട രീതിയിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനം കൈക്കൊള്ളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ മഞ്ചേരിക്കാർക്കും ബസ്സിലെ തൊഴിലാളികൾക്കും ഒക്കെ നല്ല ആത്മവിശ്വാസമാണ് ഉള്ളത്. അത് നടപ്പിലാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മഞ്ചേരിയിലെ ഗതാഗത പ്രശ്നത്തിൽ യാഥാർത്ഥ്യബോധത്തോടെ അധികൃതർ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ബസ് തൊഴിലാളികൾ പറഞ്ഞു. അല്ലാത്തപക്ഷം സമരം ശക്തമാക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. മേലാറ്റൂർ മഹിളാ സമാജം ആദ്യകാല പ്രവർത്തകരെ അനുമോദിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് വി സാറാമയുടെ അധ്യക്ഷതയിലായിരുന്നു അനുമോദന യോഗം. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് മേലാറ്റൂർ മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചത്. മഹിളാ സമാജത്തിന്റെ പഴയകാല ട്രഷറർ ശ്രീദേവി, സെക്രട്ടറി ബേബി കോവിലമ്മ, പി ഭാരതി എന്നിവരെയാണ് പൊന്നാട അണിയിച്ച് ആദരിച്ചത്. ചടങ്ങിൽ മേലാറ്റൂർ മഹിളാ സമാജം ഭാരവാഹികളായ വി ദുർഗാദേവി, ഉഷ എന്നിവർ പ്രസംഗിച്ചു. കരുവാരകുണ്ടിൽ നടന്ന ചക്കമേള പ്രദർശനം ശ്രദ്ധേയമായി. നാടിന്റെ സ്വന്തം കനി ചക്ക എന്ന പേരിൽ ചെറുമ്പ് യോഗ ക്ലബും ലഞ്ച് ബോക്സ് കൂട്ടായ്മയുമാണ് മേള സംഘടിപ്പിച്ചത്. നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ചക്ക ഒട്ടേറെ ഔഷധ ഗുണങ്ങൾ ഉള്ള ഫലമാണ്. എന്നാൽ ചക്കയെ വേണ്ടവിധം ഉപയോഗിക്കാനോ അതിൻ്റെ മേന്മ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല. ഇതേ തുടർന്നാണ് ചക്ക കൊണ്ടുള്ള വിവിധ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ച് ചേറുമ്പ് യോഗാ സംഘവും കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1996-97 SSLC ബാച്ചായ ലഞ്ച് ബോക്സും ചേർന്ന് പ്രദർശനമേള നടത്തിയത്. ചക്ക വിഭവങ്ങളുടെ വിൽപ്പനയും മേളയിൽ നടന്നു. ചിറക്കലിൽ നടന്ന മേള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവാരക്കുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ഹംസ മലനാട് ഉദ്ഘാടനം ചെയ്തു. രജിത് സെബാസ്റ്റ്യൻ, VP രതീഷ്, VS പൊന്നമ്മ, K നീതു, ഡോക്ടർ സജീവ് കുമാർ, VP അലവി, P മുഹമ്മദ്, അഡ്വക്കേറ്റ് ബേബി, അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. SSLC വിദ്യാർത്ഥികൾക്കായി MSF മേലാറ്റൂർ കിഴക്കുംപാടം യൂണിറ്റ് നടത്തിയിരുന്ന PM ഹനീഫ് മെമ്മോറിയൽ സൗജന്യ പഠന ക്ലാസ് സമാപിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ PK അബൂബക്കർ ഹാജി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കിഴക്കുംപാടം സിറാജുൽ ഹുദ മദ്രസയിൽ ശനി, ഞായർ ദിവസങ്ങളിലായിരുന്നു ക്ലാസ്. ഈ വർഷം SSLC പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്കായി MSF മേലാറ്റൂർ കിഴക്കുംപാടം യൂണിറ്റ് നടത്തിവരുന്ന PM ഹനീഫ് മെമ്മോറിയൽ സൗജന്യ പഠന ക്ലാസ്സിനാണ് സമാപനമായത്. കിഴക്കുംപാടം പ്രദേശത്തെ 22 വിദ്യാർത്ഥികൾക്കാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കിഴക്കുംപാടം സിറാജുൽ ഹുദ മദ്രസയിൽ എല്ലാ ശനി, ഞായർ ദിവസങ്ങളായാണ് ക്ലാസുകൾ നടന്നിരുന്നത്. ഫെബ്രുവരി 2-നാണ് ക്ലാസ് ആരംഭിച്ചത്. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ സുഗമമാക്കുവാനും ആത്മവിശ്വാസം കൈക്കൊള്ളുവാനുമുള്ള പഠന പ്രവർത്തനമാണ് വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നത്. മുൻ വർഷങ്ങളിലും MSF കിഴക്കുംപാടം യൂണിറ്റ് പഠന ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു. സമാപന ചടങ്ങിൽ MSF പെരിന്തൽമണ്ണ മണ്ഡലം വൈസ് പ്രസിഡന്റ് AT ഷജീബ് അധ്യക്ഷത വഹിച്ചു. മേലാറ്റൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷമീജ്, യൂണിറ്റ് സെക്രട്ടറി PK ഫൈസൽ, വനിതാ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി EK സുലൈഖ, AT ഉമ്മർ ഹാജി എന്നിവർ പ്രസംഗിച്ചു. ഈ സംഘടന നൽകിയിട്ടുള്ള സേവനങ്ങളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഇത്തരത്തിൽ ഉയരാനുണ്ടായ കാരണം. നമ്മൾ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ വാക്കെടുത്താൽ പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക. നിങ്ങൾ ബസ്സിന് കല്ലെറിയാനോ അല്ലെങ്കിൽ എല്ലാ സ്കൂളിൽ പോകേണ്ടത് പഠിക്കാനാണ് എന്നുള്ള അർത്ഥവാക്യം നമ്മൾ ഇന്ന് ഓർക്കുകയാണ്. ഒരു തലമുറ ഇവിടെ പഠിച്ചിരുന്ന കാലത്തൊക്കെ മേലാറ്റൂർ ആരംഭ സ്കൂളിലൊക്കെ അതല്ലെങ്കിൽ കരുവാറുണ്ട് വളരെ കാണുന്നു. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കാലത്തൊക്കെ വളരെ ചെറിയ വിജയശതമാനം നമുക്കുണ്ടായിരുന്നു. അതുതന്നെ മുസ്ലിം പെൺകുട്ടികൾ ആ പഠന കാര്യത്തിലേക്ക് വരാനുണ്ടായിരുന്നു. ഏതാണ്ട് ഇക്കോ ടൂറിസം വില്ലേജ് സംരക്ഷിക്കാൻ ഒലിപ്പുഴയ്ക്ക് കുറുകെ സ്ഥിരം തടയണ യാഥാർത്ഥ്യമായി. 2016-17 വാർഷിക പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയ 40 ലക്ഷം രൂപ ചെലവിൽ ഖാൻഖാവിലാണ് തടയണ നിർമ്മിച്ചിട്ടുള്ളത്.
പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യത്തിനാണ് കാൻകാഹിൽ സ്ഥിരം തടയണ നിർമ്മിച്ചതോടെ ഫലം കണ്ടത്. ചേറുമ്പ് ഇക്കോ ടൂറിസത്തെ സംരക്ഷിക്കുന്നതിനൊപ്പം 500-ൽ പരം കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമാകും. 2016-17 വാർഷിക പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്ത് 40 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. എന്നാൽ ഭരണമാറ്റവും മറ്റു പല കാരണങ്ങളാലും തടയണയുടെ നിർമ്മാണം വൈകിയത് ഫണ്ട് നഷ്ടപ്പെടുന്ന ഘട്ടം വരെ എത്തി. തുടർന്ന് നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ആബിദലി മുൻകൈയെടുത്ത് 28 ദിവസം കൊണ്ടാണ് തടയണയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം ഷൈനിങ് ക്ലബിന്റെ 29ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ എടത്തനാട്ടുകര ചലഞ്ചേഴ്സ് ക്ലബ്ബ് ജേതാക്കളായി. വെള്ളിയഞ്ചേരി റോയൽ യുണൈറ്റഡിനെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ചലഞ്ചേഴ്സ് പരാജയപ്പെടുത്തിയത്. ബഷീർ നിറങ്കുഴിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫൈനൽ മത്സരം പാറക്കോട് സലാം ഹാജി ഉദ്ഘാടനം ചെയ്തു. MP നൌഷാദ്, M സുസീർ, വി റഫീഖ്, സുബൈർ തുമ്പത്ത്, KP നസീർ, P സഹീർ, P അഹമ്മദ് സുബൈർ, P ഷാഫി എന്നിവർ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു. ഒരു മാസക്കാലം നീണ്ടുനിന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ 32 ടീമുകളാണ് മത്സരിച്ചത്. വട്ടമണ്ണപ്പുറം പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ മത്സരം നടന്നത്. ന്യൂസ് ബ്യൂറോ, അലനല്ലൂർ. അളനല്ലൂർ കലങ്ങോട്ടരിയിലെ ഉണ്ണിയാൻ കണ്ടത്തിൽ ഗോപാലൻ നായർ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. കർക്കിടാങ്കുന്ന് GLP സ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപകനാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നാടിനി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-ന്, ഫലപ്രഖ്യാപനം മെയ് 23-ന്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. മേലാറ്റൂരിലെ EMS സ്മാരക ബസ് സ്റ്റാൻഡ് വാഹനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ടൗണിൽ ഗതാഗതം പുനഃക്രമീകരിച്ചു. പൂന്താനം സ്മൃതിയിൽ പൂന്താനം ദിനാഘോഷം. ആഘോഷത്തിന് മികവേറ്റി എഴുന്നള്ളിപ്പ് ഘോഷയാത്ര. മഞ്ചേരിയിലെ ഗതാഗത പരിഷ്കരണം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മലപ്പുറത്ത് ചർച്ച. കരുവാരകുണ്ട് ഗാൻഗാഹിൽ ഒലിപ്പുഴയ്ക്ക് കുറുകെ സ്ഥിരം തടയണ യാഥാർത്ഥ്യമായി. ലക്ഷ്യം ഇക്കോ ടൂറിസം വില്ലേജ് സംരക്ഷിക്കൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.